ഇവൻ ഏതാ അമ്മണി? ഇവൻ ഇളയവനാ. ഇവന്റെ കല്യാണക്കുറിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഈ തല പള്ളിയിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോടാ. നീ ഈ വഴിയൊക്കെ അറിയോടാ കുഞ്ഞേ? ഇപ്പൊ കല്യാണക്കുറി വേണോ അല്ലയോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ അടുത്ത ആഴ്ച വാങ്ങ കേട്ടോ. അല്ലച്ചോ, അടുത്ത ആഴ്ച മനസമ്മതം പറഞ്ഞിരിക്കുന്നത്. പെണ്ണങ്ങ് ലണ്ടനിലെ നേഴ്സല്ലയോ, 2 ആഴ്ചത്തെ ലീവേ ഉള്ളു. കെട്ടിയ അപ്പൊ തന്നെ പോണം. ഇവനാണെങ്കിൽ IELTS പഠിക്കണം, എങ്കിലേ അവളോടൊപ്പം പോവാൻ പറ്റൂ. നീ പൊയ്ക്കോടാ. പക്ഷെ ഈ പള്ളി കെട്ട് നടക്കത്തില്ല. അയ്യോ, അതെന്നാ അച്ചോ? നിനക്ക് വിശ്വാസ പ്രമാണം അറിയാവോടാ? ഞങ്ങളുടെ കർത്താവായ അവൻ IELTS പഠിക്കാം, വിശ്വാസ പ്രമാണം ചോദിച്ചാൽ മമ്മ. നീ ആദ്യം ദൈവകാര്യങ്ങൾ പഠിക്കും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന്. അല്ലയോ അമ്മണി? അച്ചോ, അത് പിന്നെ എന്നാ അമ്മണി ചെല്ല്, ഈ ചെക്കനെ കൂടെ കൂട്ടിക്കോ. ശരി അച്ചോ. ശരിക്കും കല്ല് തന്നെ. നീ മുഴുവനും പഠിക്കേണ്ടി വരുവേടാ. അച്ചോ, നമ്മുടെ ബാപ്പനുണ്ടല്ലോ മുരിക്കൽ പോയിരുന്നു. അവിടുത്തെ സിമിത്തേരി നവീകരിക്കാൻ വന്നേ ഫാദർ എട്ടിപ്പറമ്പനോട് പറഞ്ഞെന്നാ കേട്ടത്. ഇതൊക്കെ ആര് പറഞ്ഞതാടൂ? ഏഷണി തൊമ്മി. അങ്ങേര് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. പാപ്പൻ അങ്ങനെ ചെയ്യൂ? നമ്മുടെ കോന്നായി പള്ളി ഒന്ന് നവീകരിക്കണമെന്ന് എത്ര കാലായിട്ട് ഞാൻ പറയുന്നതാ. എന്നതായാലും അവരിവിടെ വരുത്തരില്ല അച്ചോ. പാപ്പൻ ഇപ്പോഴും ആ മുരിക്കൽ പള്ളിയോടാണ് മീച്ചം. പാപ്പൻ അങ്ങനൊന്നും ഇല്ലെന്നേ. കുടുംബം വളർത്തി വലുതാക്കാൻ അങ്ങേര് എത്രയാ കഷ്ടപ്പെട്ടത്. അതിനിടയ്ക്ക് ആ പള്ളി. ഇപ്പൊ പാപ്പൻ ഫ്രീ ആയില്ലേ, ഇനി നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അത് റൈറ്റ്. ഏതായാലും ഗവൺമെന്റിൽ ചെല്ലുമ്പോൾ എമിലി സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കാൻ പറയണം. സിസ്റ്റർ മോൾ എപ്പോഴാ വന്നേ? വന്നേ ഉള്ളൂ. ഞാനേ അകത്തുനിന്ന് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മച്ചി സുഖാണോ മോക്ക്? സുഖം. പാപ്പൻ എന്ത് ചെയ്യാ അമ്മച്ചി? മോളുണ്ട്. ലില്ലിയാൻറ്റി, എമിലി കുട്ടി. അപ്പഴേ നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ. ഞാൻ വേഗം പോയി പാപ്പനെ കണ്ടിച്ചു വരാം. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി? കഴിക്കാം, പാപ്പനെ കണ്ടിട്ടെ. ഇതിനകത്ത് കാണും. സിസ്റ്റർ മോളോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ ഇപ്പോ. പാപ്പനങ്ങ് ഉണങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. പിന്നെ ദേ പാപ്പന് വേണ്ടി കൊണ്ടുവന്നതാ ലെഡിങ്ങിന്റെ പുസ്തകവും പുതിയ ബന്നിങ്ങവും. മോളെ, എന്നാ അറിയാനാണ് ഈ കല്ലായി അച്ഛൻ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ? നീ എന്തെങ്കിലും ന്യൂസ് കിട്ടാനാണല്ലോ വരാറ്. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ നേരിട്ട് ചോദിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വല്ല ധനസഹായമോ മറ്റോ ആണെങ്കിൽ നീ നിന്റെ അമ്മച്ചിമാരോടോ അച്ചായമാരോടോ പോയി ചോദിക്കും. അതല്ല പാപ്പ, കോന്നായി പള്ളിക്ക് ഒന്നും ചെയ്യാതെ മുരിക്കല പള്ളിക്ക് വലിയ തുക സംഭാവന കൊടുക്കാന്ന് പാപ്പൻ പറഞ്ഞു എന്ന് കല്ലായി അച്ഛൻ പറഞ്ഞല്ലോ. കല്ലായി അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ കല്ലായി അച്ഛനോട് പോയി ചോദിക്കും. പള്ളി നാട്ടുകാരുടെതല്ലേ കുഞ്ഞേ, പാപ്പൻ പണിതല്ലോ. മോളെ, പാപ്പന് ചെയ്യാൻ മടിയൊന്നുമില്ല. പാപ്പൻ വിചാരിച്ച കോന്നായി പള്ളിയെ റോമിലെ ബസിലിക്കാക്കാൻ പറ്റത്തില്ലേ? പാപ്പൻ ഒറ്റയ്ക്ക് ചെയ്ത നാട്ടുകാർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല. എന്നാ മൂപ്പരുടെ വെപ്പ്. ഇനി പെങ്ങന്മാര് തീരുമാനിച്ച പാപ്പൻ വേണ്ടെന്നും പറയത്തില്ല. അതിന് പെങ്ങന്മാര് തീരുമാനിക്കണമെങ്കിൽ ആദ്യം പാപ്പൻ തീരുമാനിക്കണം. എന്റെ ജോസച്ചായ, എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവും ഇല്ല. കല്ലായി അച്ഛന്റെ സ്വഭാവം അറിയാലോ. അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്പീരിയർ അമ്മ എന്നെ ഇരുത്തി പൊറുപ്പിക്കത്തില്ല. ഞാൻ പോവാ. ഇപ്പൊ സമയമില്ല പാപ്പാ. ദേ ഞാൻ പോവാണേ. ആരോഗ്യമൊക്കെ നോയിക്കോണേ. ചായ കുടിച്ചിട്ട് പോ. അയ്യോ സമയമില്ല, ബസ് ഇതൊന്ന് കുടിച്ചിട്ട് പോ. കുടിക്കേ, സമാധാനായിട്ട് കുടിച്ചിട്ട് പോ.
കുറച്ചുകൂടി കുടിക്കേ. എമിലി, ഞാൻ വേണേ കൊണ്ടുവിടാം. വേണ്ട ചായ, ബസ്സിൽ പോയി വരും, ഞാനങ്ങ് പൊക്കോളാം. ശരി മോളെ. കെട്ടി കുടുംബമായിട്ട് ജീവിക്കേണ്ട എന്റെ മോള ഇപ്പൊ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അതിന്. ദൈവവിളി കിട്ടിയാ പിന്നെ കന്യാസ്ത്രീ ആവാണ്ടിരിക്കാൻ പറ്റുമോ ഏലാമേ? നമ്മൾ അഭിമാനിക്കുമല്ലോടി വേണ്ടത്. പുലിമൂട്ടിന്ന് 2 പേരാ കർത്താവിന്റെ മണവാട്ടിമാർ. അതുങ്ങളുടെ പ്രാർത്ഥനയാടി ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. അമ്മച്ചി പറഞ്ഞിട്ടുള്ളതാ ഈ പാപ്പന്റെ ജീവിതവും ഒരു ദൈവവിളിയിലാ പോയതെന്ന്. നമ്മുടെ പെരുമാലിയിലെ മേരിക്കുഞ്ഞ് പാപ്പൻ അവളെ എന്ത് ഇഷ്ടമായിരുന്നോ. അവസാനം ദൈവവിളി കൊതിച്ചിരുന്ന അവളെ ദൈവം അങ്ങ് വിളിച്ചു. പാപ്പന് വിഷമമുണ്ടെന്നറിയാം, എന്നാലും തികട്ടി വരിക. അയ്യോ, പിള്ളേർ നിൽക്കുമ്പോഴാ അവളുടെ ഒരു ലവ് സ്റ്റോറി. ഏലമ്മച്ചയുടെ ഓട്ടം കണ്ടോ? പാപ്പനെ എന്നാ പേടിയാമേ. എന്നാടാ എന്നതായിരുന്നു പാപ്പ? ആ മേരിയായിട്ട് പഴയ ഒരു ദേവസി, എന്തൊരു മറവിയടാ ഇത്. കൂടെ എടുത്തോണ്ട് പോടാ. നേരെ വന്ന് പറയടാ. പോവാം. പാപ്പൻ റെഡി. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പാപ്പൻ കൊടയെടുത്തിരിക്കുന്നു. നീ ഇനി അധികം ബുദ്ധിമുട്ടണ്ടാ കുഞ്ഞെ. എന്റെ കാര്യം നോക്കാൻ ഒരാളായടാ. അതാരപ്പാ, പാപ്പൻ വല്ല കല്യാണവും കഴിച്ചോ? അതെടാ ആര്? നിന്റെ കുഞ്ഞമ്മേ. നടക്കടാ നടക്കടാ. കല്യാണം ഓ, വേദാന്തം പറയാ എല്ലാവർക്കും പറ്റും. റബ്ബറിന് ഇപ്പൊ ഇവിടെ വിലയില്ല. വാനില വന്നപ്പോ റബ്ബർ വെട്ടി വാനില വെച്ചു. ഇപ്പൊ വാനില എവിടെ? റബ്ബർ വെട്ടി വാനിലോ ലോറിയിലോ കൊണ്ടുപോകും. അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം പള്ളി വികസനമാ. പുലിമുട്ടിക്കാര് വലിയ ഫാമിലി അല്ലേ? അതെ, അവര് പറയട്ടെ. അതിപ്പോ പാപ്പൻ പറയാടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാപ്പൻ വിചാരിച്ചാൽ അച്ഛൻ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഇവിടെ പുഷ്പം പോലെ നടക്കും. എന്തോ അങ്ങനെ ഇപ്പം പാപ്പൻ മാത്രം തന്നിട്ടുള്ള വികസനം ഇവിടെ ഉണ്ടാക്കണ്ട. വേറെയും 500 കുടുംബങ്ങളുണ്ടല്ലോ. അല്ല, ഞങ്ങൾ വരുത്തരായിട്ടാണല്ലോ ഇവിടെ വെപ്പ്. എന്നാ പിന്നെ വരുത്തരല്ലാത്തൊരു ചെയ്യട്ടെ. അത് ബേബിച്ചൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടത് ഈ പാരിഷ് ഹാളൊന്ന് വലുതാക്കണം. വലിയ റബ്ബർ വ്യാപാരിയല്ലേ പൂന്താനം ജോപ്പൻ. വേണമെങ്കിൽ ജോപ്പനും ആകാം. അയ്യോ, ഓ ജോപ്പൻ കോപ്പി. എത്ര റബ്ബർ ആടാവുക നിനക്ക് വെട്ടാനുള്ളത് ഈപ്പ? പിന്നെ പള്ളി നവീകരണത്തിന് നിനക്കും ഒരു തുകയാകാം. അച്ഛോ, റബ്ബറിനൊന്നും വിലയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ? അച്ഛനല്ലേ ജീവിക്കുന്നത്? സിമിത്തേരി നവീകരണത്തിനും പള്ളിക്കൊരു പ്ലാനുണ്ട്. ഓ, ഈ മുട്ടുമ കുടുംബത്തിൽ ആരാ ഇവിടെ ഉള്ളത്? ഫിലിപ്പുണ്ടല്ലോ. ഫിലിപ്പ് വേണമെങ്കിൽ ഫിലിപ്പിനും ആകാം. ഓ നോക്കാച്ചോ, പക്ഷെ ഉറപ്പില്ല. ഫിലിപ്പിന് ഉറപ്പില്ല. പിന്നെ ജീവകാരുണ്യ നിധി പഴയ പോലൊന്നും സംഭാവന ഇല്ലെന്നേ. അതെ, അച്ഛൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് കോടികളുടെ പ്ലാനാ. ഇതൊക്കെ ഉടനടി നടക്കുന്ന കാര്യമൊന്നോ? വേണമെങ്കിൽ പള്ളി പെരുന്നാളിന് 10,000 25,000 അങ്ങോട്ട് തരാം. അല്ലാതെ വലിയ കഷ്ടത്തിലാച്ചു. വിശ്വാസികളുടെ പണം വേണ്ടേ? പണമില്ലാഞ്ഞിട്ടാണോ ജോർജ് പുതിയൊരു ബെൻസ് കാർ പള്ളിമുറ്റത്ത് കിടക്കുന്നത്? എന്റെ പൊന്നച്ചോ, അതൊക്കെ സീസിയാ. ഇനിയിപ്പോ സമയം അടുത്ത പള്ളി കമ്മിറ്റി കാണാം. അതെ, നിന്നെയൊക്കെ പള്ളി കമ്മിറ്റി പങ്കെടുപ്പിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തൊമ്മിയും ജോർജും ഇല്ലാതെ അച്ഛൻ കമ്മിറ്റി നടത്തത്തില്ല. അത്രേ ഉള്ളൂ. ജോർജ്, ഞങ്ങളും വരുന്നു. വാടാ ജോപ്പ. അവന്റെ അച്ഛൻ കണ്ടല്ലോ, ഇതുപോലുള്ളവന്മാരാ പള്ളി കമ്മിറ്റിയിലുള്ളത്. ഇപ്പൊ മനസ്സിലായല്ലോ പാപ്പൻ എന്താ ഇത്ര കാലം ഒന്നും ചെയ്യാഞ്ഞെന്ന്. ഇനിയിപ്പോ എവന്റെ ഒന്നും ഓച്ചാരമില്ലാതെ പുലിമുട്ടി കുടുംബക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് അച്ഛൻ. അത് കേട്ടാ മതി.